ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं ദത്താത്രേയം അഹം ഭജേത്. ഗുരുപരമ്പരയ്ക്കും പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. കാണാത മഹർഷിയുടെ കണസിദ്ധാന്തം. ഞാൻ മറുപടി പറഞ്ഞു, സ്വാമി എന്നോട് ക്ഷമിക്കണം. കാണാത മഹർഷിയെയും അദ്ദേഹത്തിൻ്റെ പരമാണു സിദ്ധാന്തത്തെയും കുറിച്ചുള്ള എൻ്റെ അറിവ് വളരെ പരിമിതമാണ്. ഞാൻ പറഞ്ഞതെല്ലാം ഒരു പ്രയത്നവും കൂടാതെ എൻ്റെ വായിൽ നിന്ന് വരികയായിരുന്നു. സ്വാമിക്ക് അത് അറിയാമല്ലോ. കരുണാർദ്രനായ ശ്രീ പളനിസ്വാമി ഇപ്രകാരം വിശദീകരിച്ചു. സൃഷ്ടി മുഴുവൻ ഉത്കൃഷ്ടമായ പരമാണുക്കളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അണുക്കളേക്കാൾ സൂക്ഷ്മമായ നുറുങ്ങുകൾ ഉള്ളതുകൊണ്ട് വൈദ്യുതിയുടെ ഒഴുക്കുണ്ടാകുന്നു. സൂര്യനു ചുറ്റും വിവിധ ഗ്രഹങ്ങൾ വ്യത്യസ്ത ഭ്രമണപഥങ്ങളിൽ തിരിയുന്നതുപോലെ ഈ സൂക്ഷ്മ നുറുങ്ങുകൾ അവയുടെ കേന്ദ്രബിന്ദുവിനു ചുറ്റും സ്വന്തം ഭ്രമണപഥത്തിൽ വിശ്വസിക്കാനാകാത്ത ചലനവേഗത്തോടെ തിരിയുന്നു. ജീവികളുടെ എല്ലാ വൈകാരിക കമ്പനങ്ങളും നുറുങ്ങുകളുടേതിനേക്കാൾ സൂക്ഷ്മമാണ്. ഈ സ്പന്ദിക്കുന്ന പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമായി നിൽക്കുന്നില്ല. മാറ്റമാണ് അതിൻ്റെ പ്രകൃതി. ഓരോ നിമിഷത്തിലും മാറിക്കൊണ്ടിരിക്കുക എന്നതാണ് അതിൻ്റെ സ്വാഭാവിക ധർമ്മം. ഭഗവാൻ ദത്തൻ്റെ ബോധം മേൽപ്പറഞ്ഞ കമ്പനങ്ങളേക്കാൾ കൂടുതൽ സൂക്ഷ്മവും ഗഹനവുമാണ്. അദ്ദേഹത്തിൻ്റെ കൃപ ലഭിക്കുവാൻ അത്ര തന്നെ എളുപ്പവും അത്ര തന്നെ പ്രയാസവുമാണ്. ഓരോ പരമാണുവും പരിധിയില്ലാതെ വിഭജിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഓരോ അംശവും ഒരു ശൂന്യം ആയി തീരുന്നു. ഈ സൃഷ്ടിയിൽ എണ്ണമറ്റ മഹാശൂന്യങ്ങളുടെ സംയുക്തം പരിണമിക്കുന്നു. പദാർത്ഥത്തെ സൃഷ്ടിക്കുമ്പോൾ അതിന് വിരുദ്ധമായ പദാർത്ഥവും നിലനിൽക്കുന്നു. ഇവ രണ്ടും ചേരുമ്പോൾ വിരുദ്ധമായത് ഇല്ലാതാകുന്നു. പദാർത്ഥത്തിൻ്റെ സ്വഭാവത്തിലും സവിശേഷതകളിലും വ്യത്യാസം വരാം. പൂജാബിംബങ്ങളുടെ കാര്യത്തിൽ പ്രാണപ്രതിഷ്ഠാ കർമ്മങ്ങൾക്കു ശേഷം അവ സജീവവും ഊർജ്ജസ്വലവുമായിത്തീരുന്നു. അവ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനുള്ള കഴിവ് ആർജിക്കുന്നു. എല്ലാ മന്ത്രങ്ങളും കുണ്ടലിനി ചക്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എല്ലാവരുടെയും വിചാരം ഗായത്രി മന്ത്രം 3 വരി ആണെന്നാണ്. എന്നാൽ 4മതൊരു വരി കൂടിയുണ്ട്. അത് പരോ രജസി സാവതോം എന്നാണ്. ഈ ചതുഷ്പാദ ഗായത്രി മന്ത്രം നിർഗുണ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. കുണ്ടലിനി ശക്തി 24 തത്വങ്ങളോടുകൂടിയ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുന്നു. ഗായത്രിയിൽ 24 അക്ഷരങ്ങൾ ഉണ്ട്. 24 എണ്ണത്തെ ഗോകുലം എന്നുകൂടി പേര് പറയുന്നു. ഗോ എന്നാൽ 2, കുലം എന്നാൽ 4. ബ്രഹ്മസ്വരൂപം എല്ലാ മാറ്റങ്ങൾക്കും അതീതമാണ്. അതുകൊണ്ട് അതിനെ 9 എന്ന സംഖ്യ കൊണ്ട് സൂചിപ്പിക്കുന്നു. 8 എന്ന സംഖ്യ മഹാമായ സ്വരൂപമാണ്. ശ്രീപാദ ശ്രീവല്ലഭൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവരോട് ചോദിക്കാറുണ്ട്, ദോ ചൗപാതി ദേവ് ലക്ഷ്മി. പരബ്രഹ്മം എല്ലാവരുടെയും രക്ഷിതാവാണ്. അവിടുന്ന് എല്ലാവരുടെയും പതിയാണ്. അതുകൊണ്ട് രക്ഷകനായ പതിദേവ് 9 എന്ന സംഖ്യയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. ലക്ഷ്മി 8നെയും ദോ 2നെയും ചൗ 4നെയും പ്രതിനിധാനം ചെയ്യുന്നു. 2 ചപ്പാത്തി ആവശ്യപ്പെടുന്നതിന് പകരമായി അദ്ദേഹം വിചിത്രമായി ശരിയല്ലാത്ത വിധം ദൗ ചൗപാതി ദേവ് ലക്ഷ്മി എന്ന് ചോദിക്കുകയായിരുന്നു. അദ്ദേഹം 2, 4, 9, 8 എന്ന ഗൂഢസംഖ്യ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഗോകുലത്തിലെ പരബ്രഹ്മവും, അതായത് പരമോന്നതനായ ഈശ്വരനും പരാശക്തിയും ശ്രീപാദ ശ്രീവല്ലഭൻ്റെ രൂപത്തിൽ വസിക്കുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീവല്ലഭൻ തന്നെയാണെന്നറിയുക. ഗായത്രി മന്ത്രസ്വരൂപം അദ്ദേഹത്തിൻ്റെ നിർഗുണ പാദുകങ്ങളിൽ വസിക്കുന്നു. മകനേ ശങ്കര, സ്ഥൂല മനുഷ്യ ശരീരത്തിൽ 12 തരം വ്യത്യസ്തതകൾ നിലനിൽക്കുന്നു. എല്ലാവർക്കും അനുഭവവേദ്യമായ സ്ഥൂല ശരീരം സ്ഥൂല സൂര്യൻ്റെ സ്വാധീനത്തിനു വിധേയമാണ്. ക്രിയായോഗ വ്യവസ്ഥയുടെ പരിശീലനം കൊണ്ട് കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായ സ്പന്ദനങ്ങളുള്ള ശരീരങ്ങൾ ലഭിക്കുക സാധ്യമാണ്.
12 വിഭിന്നങ്ങളായ വ്യത്യസ്തതകളുള്ള ഈ ശരീരങ്ങൾ ദ്വാദശ ആദിത്യന്മാരുടെ സ്വാധീനത്തിലാണ്. എങ്കിലും ശ്രീവല്ലഭൻ ദ്വാദശ ആദിത്യന്മാരേക്കാൾ വളരെ ഉത്കൃഷ്ടനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദിവ്യ സ്ഥൂല ശരീരം വിസ്മയകരമായ ദിവ്യസ്പന്ദനങ്ങളോട് കൂടിയതാണ്. മനുഷ്യ ശരീരത്തോടെ ശ്രീ പീഠികാപുരത്ത് അവതരിക്കുന്നതിന് 108 സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീവല്ലഭൻ ഈ സ്ഥലത്ത് വന്നിരുന്നു. അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ കുരുവപുരത്ത് കാണുന്ന അതേ രൂപത്തിലാണ് ഇവിടെ വന്നത്. അദ്ദേഹത്തിൻ്റെ ദൈവിക ലീലകൾക്ക് എവിടെയാണ് അവസാനം? ശ്രീവല്ലഭൻ ഇവിടെ വന്നതിന് ശേഷം കുറച്ചു കാലം കഴിഞ്ഞ് ഹിമാലയത്തിലെ മഹായോഗികൾ ബദരി എന്ന മഹാപുണ്യഭൂമിയിൽ ശ്രീ ബദരീനാരായണനെ ബ്രഹ്മകമല പുഷ്പങ്ങൾ കൊണ്ട് പൂജിച്ചു. ആ ബ്രഹ്മകമല പുഷ്പങ്ങളെല്ലാം ശ്രീപാദൻ്റെ പുണ്യപാദങ്ങളിൽ മേലാണ് വന്നു വീണത് എന്ന് ഞാൻ നിരീക്ഷിച്ചു. അദ്ദേഹം ദേശകാലങ്ങൾക്ക് അതീതനാണ്. ശ്രീ പളനിസ്വാമി പറഞ്ഞു നിർത്തി. പളനിസ്വാമിയുടെ ദിവ്യമായ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് അനിർവചനീയമായ ഒരു അനുഭവമുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു, സ്വാമി, ബ്രഹ്മകമലം എന്നാൽ എന്താണ്? എവിടെയാണ് അവ കിട്ടുക? അവ കൊണ്ട് പൂജിച്ചാൽ ഭഗവാൻ ദത്തൻ സന്തുഷ്ടനാകും എന്ന് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ സംശയങ്ങൾ തീർത്തു തന്നാലും. ബ്രഹ്മകമല പുഷ്പങ്ങളുടെ വിവരണം. എൻ്റെ ചോദ്യത്തിന് മറുപടിയായി പളനിസ്വാമി കാരുണ്യപൂർവ്വം എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ശ്രീ മഹാവിഷ്ണു ബ്രഹ്മകമലങ്ങൾ കൊണ്ട് സദാശിവനെ പൂജിച്ചു. ശ്രീ മഹാവിഷ്ണുവിൻ്റെ നാഭിച്ചുഴിയിൽ നിന്ന് മുളയ്ക്കുന്ന താമരയും ബ്രഹ്മകമലമാണ്. ശ്രീദത്തനെ താമരപ്പൂക്കൾ കൊണ്ട് അർച്ചിക്കുകയാണെങ്കിൽ ഭൗതികവും ആത്മീയവുമായ സമ്പത്തുണ്ടാകും. സ്വർഗലോകത്തിലെ ബ്രഹ്മകമലത്തിൻ്റെ പകർപ്പായി ഭൂമിയിൽ ഹിമാലയത്തിൽ 12,000 അടി ഉയരത്തിൽ ബ്രഹ്മകമലങ്ങൾ കണ്ടുവരുന്നു. അവ വർഷത്തിൽ ഒരിക്കൽ പുഷ്പിക്കുന്നു. മകനെ, അർദ്ധരാത്രിയിൽ മാത്രമാണ് അവ വിടരുന്നത്. ഇത് മറ്റൊരു അത്ഭുതമാണ്. അത് വിടരുമ്പോൾ വിശിഷ്ടമായ ഒരു സുഗന്ധം ആ പ്രദേശമാകെ പരക്കുന്നു. എല്ലാ വലിയ സാധകന്മാരും ഈ അപൂർവ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായി ദിവസങ്ങളും മാസങ്ങളും കാത്തിരിക്കുന്നു. ശരത്കാലം മുതൽ വസന്തകാലം വരെ പൂക്കൾ മഞ്ഞിൽ മൂടിക്കിടക്കുന്നു. ചൈത്രമാസത്തിൻ്റെ തുടക്കത്തിൽ പൂക്കൾ മഞ്ഞിൽ നിന്ന് മുളച്ചുയരുന്നു. വിടരുക എന്ന പ്രക്രിയ വേനൽക്കാലം മുഴുവൻ നടക്കുന്നു. ശ്രാവണ ശുദ്ധ പൂർണിമ ആകുമ്പോഴേക്കും അർദ്ധരാത്രിയിൽ പൂക്കൾ മുഴുവനായി വിടരുന്നു. ഈ സമയത്താണ് അമരേശ്വര ഹിമലിംഗം, അമർനാഥിലെ മഞ്ഞുകൊണ്ടുള്ള ശിവലിംഗം കാണുമാറാകുന്നത്. എൻ്റെ കുട്ടി ശങ്കര, ഈ മഹാത്ഭുതം സാധകന്മാർക്കും ഹിമാലയത്തിലെ മഹാതപസ്വികൾക്കും സിദ്ധപുരുഷന്മാർക്കും വേണ്ടി ഇക്കാലത്തും എക്കാലത്തും സംഭവിക്കുന്നു. ബ്രഹ്മകമലങ്ങളുടെ ദർശനം കൊണ്ട് എല്ലാ പാപങ്ങളും നശിക്കുന്നു. യോഗവിഘ്നങ്ങൾ നീങ്ങുന്നു. ഈ അത്ഭുതം തൽക്ഷണം ഫലങ്ങൾ നൽകുന്നു. അതുകൊണ്ട് യോഗികളും തപസ്വികളും താന്താങ്ങളുടെ മാർഗങ്ങളിൽ ഉയർന്ന സ്ഥിതി നേടുന്നു. വിടർന്ന ബ്രഹ്മകമല പുഷ്പങ്ങൾ ആ കാഴ്ച കാണുവാൻ വിധിക്കപ്പെട്ടവരെല്ലാം കണ്ടതിനു ശേഷം അപ്രത്യക്ഷമാകുന്നു. മകനെ ശങ്കര, 10 ദിവസത്തേക്ക് പൂർണ്ണ തപസ്സിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദുരിതം അനുഭവിക്കുന്ന ആരെങ്കിലും വരികയാണെങ്കിൽ ഇവിടത്തെ ശാന്തത ഭഞ്ജിക്കാതെ, എൻ്റെ അഗാധ ധ്യാനത്തിന് തടസ്സമുണ്ടാക്കാതെ അവർക്ക് ദർശനം അനുവദിക്കുക. പാമ്പ് കടിച്ച് മരിച്ച ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ മൃതദേഹം ഒരു നദിയിൽ ഒഴുക്കുകയോ മണ്ണിൽ മറവു ചെയ്യുകയോ ചെയ്യണം എന്നാണ് എൻ്റെ കൽപ്പന എന്ന് അവരോട് പറയുക. ശ്രീ പളനിസ്വാമി സമാധിയിലേക്ക് പ്രവേശിച്ചു. ഞാനും മാധവനും ശാന്തമായി ക്ലേശം അനുഭവിക്കുന്ന ഭക്തർക്ക് അദ്ദേഹത്തെ ദർശിക്കുവാൻ വേണ്ടത് ഒരുക്കുകയായിരുന്നു. ചില ഭക്തന്മാർ ഭക്ഷണ സാമഗ്രികൾ കൊണ്ടുവന്നു. വീണുകിടക്കുന്ന തെങ്ങോല മടൽ കൊണ്ട് ഞാൻ ഭക്ഷണം പാകം ചെയ്യാമെന്ന് മാധവൻ പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. മറ്റൊരാളെയും കൂട്ടി അയാൾ അതിനായി പോയി. വിധി വൈപരീത്യം എന്ന് പറയട്ടെ, മടലിനടിയിൽ കിടന്നിരുന്ന ഒരു സർപ്പം മാധവനെ കടിച്ചു. 3 പേർ അയാളെ താങ്ങിയെടുത്ത് ഗുഹയിലേക്ക് കൊണ്ടുവന്നു. സ്വാമിയുടെ ആജ്ഞയെ ലംഘിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ മാധവൻ്റെ ദേഹം മറവു ചെയ്തു. അവിടെ ഉള്ളവർ എന്നോട് സഹകരിച്ചു. ഞാൻ വിങ്ങിക്കരഞ്ഞു. മാധവൻ്റെ ശുദ്ധഹൃദയം, ശുദ്ധമായ ഭക്തി, ശ്രീപാദ ശ്രീവല്ലഭനുള്ള ഇളകാത്ത വിശ്വാസം എല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ വല്ലാതെ ഉലയ്ക്കപ്പെട്ടു. വിധിയെ ആർക്കും ഒഴിവാക്കുവാൻ കഴിയുകയില്ലെന്ന് ഞാൻ സ്വയം സമാധാനിപ്പിച്ചു. ഇതിനുശേഷം മറ്റൊരു ദൗർഭാഗ്യകരമായ സംഭവമുണ്ടായി. ഏകദേശം 18 വയസ്സുള്ള ഒരു യുവാവിൻ്റെ മൃതദേഹം ബന്ധുക്കൾ കൊണ്ടുവന്നു. അവർ ഉറക്കെ കരഞ്ഞിരുന്നു.
ആ ചെറുപ്പക്കാരനും പാമ്പ് കടിയേറ്റു മരിച്ചതായിരുന്നു. സ്വാമി യോഗസമാധിയിലാണെന്നും അദ്ദേഹത്തിൻ്റെ ആജ്ഞയനുസരിച്ച് അവർ മൃതദേഹം മറവു ചെയ്യണമെന്നും ഞാൻ അവരോട് പറഞ്ഞു. എൻ്റെ സ്നേഹിതനും ഇതുപോലെ മരിച്ചിരുന്നു എന്നും ആ മൃതദേഹവും സ്വാമിയുടെ ആജ്ഞയനുസരിച്ച് മറവു ചെയ്യുകയാണ് ചെയ്തതെന്നും അവിടെയുള്ള ഭക്തന്മാർ അവരോട് പറഞ്ഞു. ദുഃഖാർത്തരായ ബന്ധുജനങ്ങൾ വിഷണ്ണരായി തങ്ങളുടെ ദൗർഭാഗ്യത്തെ പലതരത്തിൽ പഴിച്ചു. മറ്റു നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ മൃതദേഹം മറവു ചെയ്തു. ഓരോ ദിവസവും സ്വാമിയെ സന്ദർശിക്കാനായി 3-4 ആളുകൾ ഉണ്ടാകും. അവർ സമാധി അവസ്ഥയിലുള്ള സ്വാമിയെ ശല്യപ്പെടുത്താതെ നിശബ്ദരായി കണ്ടിട്ട് പോകും. 10 ദിവസങ്ങൾ ഇങ്ങനെ പോയി. 11-ാം ദിവസം ശ്രീ പളനിസ്വാമിയിൽ ബോധത്തിൻ്റെ ലക്ഷണം കണ്ടു. ബ്രാഹ്മമുഹൂർത്തത്തിൽ വെളുപ്പിന് 3 മുതൽ 6 വരെ സ്വാമിക്ക് പൂർണ്ണ ബോധമുണ്ടായി. അദ്ദേഹം മാധവനെ വിളിച്ചു. ഞാൻ തേങ്ങിക്കരഞ്ഞുകൊണ്ട് എല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. സ്വാമി എന്നെ ആശ്വസിപ്പിച്ചു. പിന്നെ യോഗശക്തിയോടെ എന്നെ നോക്കി. അത് എൻ്റെ സുഷുമ്നാനാഡിയിൽ വലിയൊരു ചലനവും സഹിക്കവയ്യാത്ത വേദനയും ഉണ്ടാക്കി. സ്വാമി ശാന്തതയോടെ വീണ്ടും എന്നെ നോക്കി. എൻ്റെ വേദന മാറി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുട്ടി മാധവന് തൻ്റെ സ്ഥൂല ശരീരത്തോടെ ചെന്ന് ശ്രീവല്ലഭനെ കാണുവാനുള്ള ഭാഗ്യമുണ്ടായില്ല. 10 ദിവസങ്ങളായി അയാളുടെ സൂക്ഷ്മ ശരീരം കുരുവപുരത്ത് ശ്രീപാദൻ്റെ കൂടെ ഉണ്ട്. നടന്നതെന്തായാലും അയാളുടെ ആഗ്രഹം നിറവേറി. അദ്ദേഹത്തിൻ്റെ ലീലകൾ ഊഹിക്കാൻ കഴിയാത്തവയാണ്. സമയത്തെയും വിധിയെയും കാരണങ്ങളെയും ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ശ്രീപാദന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. മാധവൻ്റെ ശരീരത്തിലേക്ക് ജീവനെ വീണ്ടും പ്രവേശിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ശ്രീപാദൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അത് ഉടൻ നിർവഹിക്കണം. ഇതുവരെ എന്നെ മുറുകെ പിടിച്ചിരുന്ന വിഷാദം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി. മാധവന് ജീവൻ തിരികെ കിട്ടുന്നതിൽ കൂടുതൽ എന്താണ് എനിക്ക് വേണ്ടത്? മാധവനെ മറവു ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി. മൃതശരീരം പുറത്തെടുത്തു. 2 പേർ എൻ്റെ സഹായത്തിനുണ്ടായിരുന്നു. കരിമ്പനകൾ കൂടി നിന്നിരുന്ന തെക്കുഭാഗത്ത് ചെന്ന് ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറയുവാൻ സ്വാമി ഞങ്ങളോട് പറഞ്ഞു. മാധവനെ കടിച്ച ഹേ രാജവെമ്പാലെ, നീ ഉടനെ ശ്രീ പളനിസ്വാമിയുടെ മുമ്പിലേക്ക് വരണം. ഇത് ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ആജ്ഞയാണ്. ഞങ്ങൾ ശ്രദ്ധാപൂർവം പളനിസ്വാമി പറഞ്ഞതുപോലെ ചെയ്തു. ശ്രീ പളനിസ്വാമി താൻ ഉടുത്ത വസ്ത്രത്തിൻ്റെ മടിയിൽ നിന്ന് 4 ചെറിയ കവടികൾ എടുത്ത് മൃതദേഹത്തിൻ്റെ 4 വശത്തായി വെച്ചു. അല്പസമയത്തിനു ശേഷം അവ ഭൂമിയിൽ നിന്നുയർന്ന് പടപട ശബ്ദത്തോടെ വേഗത്തിൽ 4 ദിശകളിലേക്കും പറന്നു. അല്പസമയത്തിനു ശേഷം ഒരു സർപ്പം ചീറ്റിക്കൊണ്ട് ഇഴഞ്ഞു വരുന്നത് ഞങ്ങൾ കണ്ടു. അത് വളരെ അസ്വസ്ഥമായിരുന്നു. ശ്രീ പളനിസ്വാമി അയച്ച 4 കവടികൾ ഒട്ടിച്ചു വെച്ചതുപോലെ അതിൻ്റെ പത്തിമേൽ ഇരുന്നിരുന്നു. ശ്രീ പളനിസ്വാമി സർപ്പത്തിനോട് മാധവൻ്റെ ദേഹത്തിൽ നിന്നും വിഷം നീക്കം ചെയ്യുവാൻ പറഞ്ഞു. അത് മാധവനെ കടിച്ച സ്ഥലത്ത് നിന്ന് വിഷം വലിച്ചെടുത്തു. ശ്രീ പളനിസ്വാമി ശ്രീപാദ ശ്രീവല്ലഭ നാമം ജപിച്ചുകൊണ്ട് മന്ത്രശക്തി പകർന്ന ജലം സർപ്പത്തിൻ്റെ ദേഹത്ത് തളിച്ചു. സർപ്പം ശ്രീ പളനിസ്വാമിയുടെ പാദങ്ങളിൽ ചുംബിച്ച് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് സമാധാനത്തോടെ പിൻവാങ്ങി. ദത്തഭക്തന്മാർക്ക് ഭക്ഷണം നൽകുന്നത് കൊണ്ട് നേടുന്ന സദ്ഫലങ്ങൾ. ശ്രീ പളനിസ്വാമി പറഞ്ഞു, ഈ സർപ്പം കഴിഞ്ഞ ജന്മത്തിൽ ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് വയസ്സായി. ജീവിതത്തിൽ കുറച്ച് പാപങ്ങളും കുറച്ച് പുണ്യങ്ങളും സമ്പാദിച്ചു. ഒരിക്കൽ അവർ ദത്തൻ്റെ ഭക്തനായ ഒരു ബ്രാഹ്മണന് കുറച്ച് ഭക്ഷണം നൽകി. എളുപ്പത്തിൽ പ്രസാദിക്കുന്ന പ്രകൃതമാണ് ദത്തൻ്റേത്. ആ സ്ത്രീ മരണത്തിനു ശേഷം യമലോകത്തേക്ക് പോയി. യമധർമ്മരാജൻ അവരോട് ചോദിച്ചു, നിങ്ങൾ കുറച്ച് പാപവും കുറച്ച് പുണ്യവും നേടിയിട്ടുണ്ട്. ദത്തഭക്തനായ ഒരു ബ്രാഹ്മണന് ഭക്ഷണം കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വലിയ പ്രയോജനം കിട്ടി. ഇപ്പോൾ ദത്താത്രേയൻ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ രൂപത്തിൽ മനുഷ്യലോകത്തിൽ ജീവിക്കുന്നു. നിങ്ങളുടെ പാപപുണ്യക്കണക്കിൽ നിങ്ങൾക്ക് വലിയ ഗുണം കിട്ടുകയും പാപം കുറയുകയും ചെയ്യുന്ന വിധത്തിൽ മാറ്റം വരുത്തുവാൻ അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. അതുകൊണ്ട് ചിത്രഗുപ്തൻ നിങ്ങളുടെ കണക്കിൽ മാറ്റം വരുത്തി. പാപത്തിൻ്റെ ഫലങ്ങളോ അതോ പുണ്യത്തിൻ്റെ സദ്ഫലങ്ങളോ നിങ്ങൾ ആദ്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നത്? കുറച്ചുള്ള പാപത്തിൽ നിന്നുള്ള കഷ്ടപ്പാടുകൾ ആദ്യം അനുഭവിക്കാമെന്നും അധികമുള്ള പുണ്യം കൊണ്ടുള്ള സുഖം പിന്നീട് ആസ്വദിക്കാമെന്നും അവർ മറുപടി പറഞ്ഞു. അങ്ങനെ അവർ ഭൂമിയിൽ ഒരു സർപ്പമായി ജനിച്ചു. ഉപദ്രവിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് നേരെ വന്നവരെയെല്ലാം അവർ കടിച്ചു. അങ്ങനെ അവർ കൂടുതൽ പാപം സമ്പാദിച്ചു കൂട്ടി.
മകനെ, 4 തരം പാമ്പുകൾ ഉണ്ട്. ഒന്നാമത്തെ തരം ആരെയും ഉപദ്രവിക്കുകയില്ല. അവ വായു ഭക്ഷിച്ച് യോഗികളെ പോലെ ജീവിക്കും. രണ്ടാമത്തെ ഇനം അവയുടെ മേൽ ആരുടെ നിഴൽ വീഴുന്നുവോ അവരോട് കോപിക്കും, അവരെ കൊല്ലും. മൂന്നാമത്തെ ഇനം കഴിയുന്നത്ര മനുഷ്യദൃഷ്ടിയിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നു. ആരെങ്കിലും നേരെ വന്നാൽ അവ ഭയപ്പെട്ട് ഓടിമറയുന്നു. നാലാമത്തെ ഇനം എല്ലാവരോടും ഒരു പ്രതികാര ബുദ്ധി നിലനിർത്തുന്നു. അവയ്ക്ക് ഒരു ഉപദ്രവവും ചെയ്തില്ലെങ്കിലും അവ ആരെയും കടിക്കുന്നു. ആ വൃദ്ധ രജോഗുണം നിറഞ്ഞവളായിരുന്നു. അതുകൊണ്ട് അടുത്ത് കിട്ടിയ മാധവനെ അവർ കടിച്ചു. പൂർവ്വപുണ്യഫലമായാണ് അവർ അയാളെ കടിച്ചത്. മുജ്ജന്മത്തിൽ ആർജിച്ച പാപം കൊണ്ടാണ് മാധവന് ജീവനാശം സംഭവിച്ചത്. വൃദ്ധയ്ക്കാകട്ടെ താമസമില്ലാതെ സർപ്പജീവിതത്തിൽ നിന്ന് മോചനവും ഉയർന്ന ഒരു ലോകവും ലഭിച്ചു. ഭ്രൂണജീവൻ ഒരു പാമ്പിൻ്റെ ആകൃതിയിലാണ് കിടക്കുന്നത്. നാഗദോഷം കൊണ്ട് ഒരു പാമ്പിനോട് ചെയ്ത തെറ്റിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗം കൊണ്ട് ബാലമരണങ്ങൾ ഉണ്ടാകുന്നു. അർഹതയുള്ളവർക്ക് അന്നദാനം ചെയ്യുന്നത് കൊണ്ടുള്ള ഫലം. കാരുണ്യപൂർവ്വമുള്ള സേവനങ്ങൾ ശ്രീ ദത്തനെ പ്രീതിപ്പെടുത്തുന്നു. ദത്തൻ്റെ പേരിൽ അർഹനായ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കൊടുക്കുന്നയാൾക്ക് വളരെ വലിയ അനുഗ്രഹം ലഭിക്കുന്നു. ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം മനസ്സായി രൂപാന്തരപ്പെടുന്നു. ദാതാവിൻ്റെ മനസ്സും ബുദ്ധിയും ഇച്ഛാശക്തിയും അഹംബോധവും ശരീരവും ശുഭകരമായ സ്പന്ദനങ്ങൾ കൊണ്ട് നിറയുന്നു. അതുകൊണ്ട് അയാൾക്ക് സൃഷ്ടിയിലുള്ള സർവ്വ വസ്തുക്കളെയും ആകർഷിക്കുവാനുള്ള കഴിവ് ലഭിക്കുന്നു. മഹാലക്ഷ്മിയുടെ കൃപയാൽ പദാർത്ഥങ്ങളുടെ ഉദാരമായ സമൃദ്ധി ഉണ്ടാകുന്നു. സൃഷ്ടി മുഴുവനും സൂക്ഷ്മചലനങ്ങളാലും നേർമയായ വ്യവസ്ഥകളാലും നിയന്ത്രിക്കപ്പെടുന്നു. ശ്രീ പളനിസ്വാമി ഇങ്ങനെ ദീർഘമായി വിവരിച്ചു. ശ്രീപാദൻ്റെ മഹത്വം. ശ്രീപാദൻ്റെ നാമം ജപിക്കുന്നത് കൊണ്ട് ലക്ഷ്മിയുടെ അനുഗ്രഹം എത്രമാത്രം ചൊരിയപ്പെടും? അദ്ദേഹത്തിൻ്റെ കൃപ സിദ്ധിച്ചവരുടെ ഭാഗ്യത്തെക്കുറിച്ച് എങ്ങനെയാണ് വിവരിക്കുക? ശ്രീപാദൻ്റെ കൃപ കൊണ്ട് മാധവൻ്റെ ശരീരത്തിന് 10 ദിവസം മണ്ണിനടിയിൽ കിടന്നിട്ടും കേട് പറ്റിയില്ല. ഇപ്പോൾ ശ്രീപാദൻ അയാൾക്ക് തൻ്റെ ശക്തി നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തെയും അനുകമ്പയെയും ദിവ്യ അത്ഭുതത്തെയും എപ്രകാരമാണ് വർണ്ണിക്കുക? മാധവന് ബോധം തെളിഞ്ഞു. അയാൾ കുടിക്കാൻ വെള്ളം ചോദിച്ചു. ശ്രീ പളനിസ്വാമി അയാളെ അനുനയിച്ച് നെയ്യ് കുടിപ്പിച്ചു. നെയ്യിന് 100 കൊല്ലത്തെ പഴക്കമുണ്ടായിരുന്നു. മാധവൻ ആദ്യം അത് കുടിക്കാൻ കൂട്ടാക്കിയില്ല. നെയ്യ് കഴിച്ചതിനു ശേഷം വെള്ളം തരാമെന്ന് വാക്കുകൊടുത്ത് സ്വാമി അയാളെ പ്രേരിപ്പിച്ചു. നെയ്യ് മുഴുവൻ കുടിച്ചതിനു ശേഷം അയാൾക്ക് പഴച്ചാറ് കൊടുത്തു. അല്പസമയം കഴിഞ്ഞ് വെള്ളം കൊടുത്തു. നാഗലോകത്തിൻ്റെ വിവരണം. മാധവന് ജീവൻ തിരികെ കിട്ടി. ഞങ്ങളുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. മാധവൻ ഇപ്രകാരം പറഞ്ഞു. ഞാൻ സൂക്ഷ്മരൂപത്തിൽ കുരുവപുരത്ത് എത്തി. ശ്രീപാദ ശ്രീവല്ലഭന് നല്ല പൊക്കമുണ്ട്, വലിയ കണ്ണുകൾ. എല്ലാ ജീവികളോടുമുള്ള കാരുണ്യവും അലിവും സ്നേഹവും കണ്ണുകളിൽ നിന്ന് നിറഞ്ഞൊഴുകിയിരുന്നു. ഞാൻ സൂക്ഷ്മ ശരീരത്തിലായിരുന്നതിനാൽ സ്ഥൂല ശരീരികളായ ഭക്തന്മാർക്ക് എന്നെ കാണാൻ കഴിഞ്ഞില്ല. കുരുവപുരത്തെ ഒരു ദ്വീപിൻ്റെ നടുവിലേക്ക് പോകുവാൻ ശ്രീവല്ലഭൻ എന്നോട് പറഞ്ഞു. ശ്രീവല്ലഭൻ്റെ നാമം ജപിച്ചുകൊണ്ട് ഞാൻ ദ്വീപിൻ്റെ മധ്യസ്ഥാനത്തിൽ ആഴങ്ങളിലേക്ക് പോയി. ഭൂമിയുടെ അകത്തെ ആഴങ്ങളുടെ കേന്ദ്രബിന്ദുവിൽ പല സൗധങ്ങൾ ഉണ്ടെന്ന് ഞാൻ കണ്ടു. അത് പാതാള ലോകമാണെന്ന് ഞാൻ മനസ്സിലാക്കി. സ്ഥൂല ശരീരങ്ങൾ ഉള്ളവർക്ക് സ്ഥൂല പദാർത്ഥ രൂപങ്ങൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. സൂക്ഷ്മരൂപത്തിൽ അവിടെ പോകുന്ന എന്നെ പോലെയുള്ളവർക്ക് അവിടെ സൂക്ഷ്മലോകത്തെ കാണാൻ കഴിയും. അവിടുത്തെ നിവാസികൾ നാഗവർഗമാണ്. അവയ്ക്ക് ഇഷ്ടമുള്ള ഏത് രൂപവും സ്വീകരിക്കാൻ കഴിയും. സാധാരണയായി അവർ പാമ്പുകളായി ഇഴയുവാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ അവിടെ പല മഹാസർപ്പങ്ങളെയും കണ്ടു. ചില സർപ്പങ്ങൾക്ക് ആയിരക്കണക്കിന് പത്തികൾ ഉണ്ട്. വൈരക്കല്ലുകൾ പത്തികളെ അലങ്കരിക്കുന്നു. ആ വൈരക്കല്ലുകളിൽ നിന്ന് പ്രകാശം പുറപ്പെടുന്നു. ചില സർപ്പങ്ങൾ അഗാധ നിശബ്ദത പാലിച്ചിരുന്നു. അവ യോഗനിദ്രയിലാണെന്ന് തോന്നും. അത്ഭുതം! അവരുടെ കൂട്ടത്തിലുള്ള ആയിരക്കണക്കിന് ഭണങ്ങളുള്ള ഒരു മഹാസർപ്പത്തിൻ്റെ മുതുകിൽ ശ്രീ മഹാവിഷ്ണുവിനെ പോലെ ശ്രീപാദ ശ്രീവല്ലഭൻ വിശ്രമിച്ചിരുന്നു. ചില മഹാസർപ്പങ്ങൾ വേദമന്ത്രങ്ങൾ ചൊല്ലിയിരുന്നു. ശ്രീപാദൻ ആനന്ദപരവശനായി ശ്രുതിമധുരമായ ആ സംഗീതം കേൾക്കുകയായിരുന്നു. എൻ്റെ അരികിലുണ്ടായിരുന്ന ഒരു സർപ്പം ഇപ്രകാരം പറഞ്ഞു. ശ്രീ ദത്താത്രേയൻ്റെ മഹാമാഹാത്മ്യം. പുരാതന യുഗത്തിൽ നേപ്പാളിൽ ചിത്രകൂടത്തിലെ അനസൂയ പർവ്വതത്തിൽ അത്രിയുടെയും അനസൂയയുടെയും പുത്രനായി ഭഗവാൻ ദത്താത്രേയൻ ജനിച്ചു. അവതാരം അവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല. സൂക്ഷ്മരൂപത്തിൽ നീലഗിരി, ശ്രീശൈലം, ശബരിഗിരി, സഹ്യാദ്രി പർവ്വതങ്ങളിലേക്കും നീങ്ങി.
ദിശകളെ അലങ്കാര വസ്ത്രമായി ധരിക്കുന്നവൻ, ആകാശത്തെ കുപ്പായമാക്കുന്നവൻ ദിഗംബരന്മാർ എന്ന പേരിൽ പ്രസിദ്ധരാണ്. ദത്തൻ സഹ്യാദ്രിയിൽ യോഗത്തിൽ മുഴുകി. നാഥപാരമ്പര്യത്തിൻ്റെ അനുയായിയായ ഗോരക്ഷനാഥനെ ക്രിയായോഗം പഠിപ്പിച്ചു. അദ്ദേഹം നിരാകാര യോഗരൂപത്തിൽ ഖേജരി മുദ്രയിൽ ഇരുന്നു കൊണ്ട് പ്രത്യക്ഷനായി. അദ്ദേഹം സമയത്തെയും സ്ഥലത്തെയും കവിഞ്ഞു പോകുന്നു. ഭഗവാന്റെ സാന്നിധ്യത്തിലുള്ള നമുക്ക് ഭൂതഭാവി വർത്തമാനകാല പ്രതിഭാസങ്ങൾ വ്യത്യസ്തമായി കാണപ്പെടുന്നില്ല. നമുക്ക് എല്ലാം ഒരു അനന്തമായ വർത്തമാനകാലമാണ്. അനഘാസമേത ദത്താത്രേയ ദർശനം. എൻ്റെ സമീപത്ത് നിന്നിരുന്ന മറ്റൊരു വലിയ സർപ്പം പറഞ്ഞു, എൻ്റെ കുട്ടി മാധവ, ഞങ്ങൾ കാലനാഗങ്ങളാണ്. ഋഷീശ്വരന്മാർ എന്നാണ് ഞങ്ങൾ വിളിക്കപ്പെടുന്നത്. അനേകം സഹസ്രാബ്ദങ്ങൾ പ്രപഞ്ചത്തെ ഭരിച്ചതിനു ശേഷം ശ്രീദത്തൻ അജ്ഞാതവാസം ആഗ്രഹിച്ചു. വളരെ വർഷങ്ങൾ ഒരു നദിയിൽ വെള്ളത്തിനടിയിൽ ഇരുന്നു. അതിനുശേഷം അദ്ദേഹം പുറത്തു വന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികളായ ഞങ്ങൾ അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു. അദ്ദേഹം ഞങ്ങളിൽ നിന്ന് ഒളിച്ചിരിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അദ്ദേഹം വീണ്ടും വെള്ളത്തിനടിയിലേക്ക് പോയി. വളരെ വർഷങ്ങൾക്ക് ശേഷം പിന്നെയും പുറത്തു വന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഒരു കൈയിൽ ഒരു മദ്യചഷകം ഉണ്ടായിരുന്നു. ഒരു കൈകൊണ്ട് 16 വയസ്സായ സുന്ദരിയായ ഒരു പെൺകുട്ടിയെയും പിടിച്ചിരുന്നു. അദ്ദേഹം മദ്യപാനിയും സ്ത്രീകളിൽ ഭ്രമിച്ചവനുമാണെന്ന് ഞങ്ങൾ തെറ്റായി ധരിച്ചു. ഇങ്ങനെയുള്ള ഒരാൾ ദൈവമാണെന്ന് ഇത്രയും കാലം കരുതിയ ഞങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്നും വിചാരിച്ചു. ആ തെറ്റിദ്ധാരണയോടെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. അദ്ദേഹം അപ്രത്യക്ഷനായപ്പോൾ ഞങ്ങൾക്ക് വിവേകം ഉദിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചഷകം യോഗചര്യയിലെ നിർവൃതിയുടെ അമൃതായിരുന്നു. സുന്ദരിയായ പെൺകുട്ടി ലക്ഷ്മി, പാർവതി, സരസ്വതി എന്ന 3 ദേവിമാർ കൂടിച്ചേർന്ന അനഘാലക്ഷ്മി ദേവി ആയിരുന്നു. ഭൂമിയിൽ ശ്രീദത്തൻ്റെ പുനരവതാരം ഉണ്ടാകുവാനായി ഞങ്ങൾ തീവ്ര തപസ് അനുഷ്ഠിച്ചു. ആർദ്രചിത്തനായ ശ്രീദത്തൻ ശ്രീപീഠികാപുരത്ത് ശ്രീപാദ ശ്രീവല്ലഭനായി അവതാരമെടുത്തു. കുരുവപുരത്തിൻ്റെ വിവരണം. അദ്ദേഹം കുളിക്കാനായി വെള്ളത്തിലേക്ക് ഇറങ്ങിയ പുണ്യസ്ഥലമാണ് കുരുവപുരം. അദ്ദേഹം ജലസമാധിയിലായിരുന്നപ്പോൾ ഈ സൂക്ഷ്മലോകത്ത് നേർമയായ സ്പന്ദനങ്ങളോടെ ഞങ്ങളും ഒരു യോഗസമാധി അവസ്ഥയിൽ ആയിരുന്നു. കുരു കൗരവരുടെയും പാണ്ഡവരുടെയും പൂർവികനായിരുന്നു. എൻ്റെ കുട്ടി മാധവ, ആദിശേഷന് പോലും കുരുവപുരത്തിൻ്റെ മഹത്വം വർണ്ണിക്കാൻ കഴിയുകയില്ല. സദാശിവ ബ്രഹ്മേന്ദ്രസ്വാമിയുടെ പൂർവ്വചരിത്രം. ഞാൻ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ പുണ്യപാദങ്ങളിൽ ആദരവർപ്പിച്ചു. ദയാലുവായ ശ്രീവല്ലഭൻ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ദിവ്യവും മനോഹരവുമായ ഈ ആകാരം വളരെ അപൂർവമായി ലഭിക്കുന്ന അങ്ങേയറ്റം അനുകൂല പ്രതിഭാസമാണ്. നിന്നോട് സംസാരിച്ച സർപ്പങ്ങളിൽ ഒന്ന് വരും നൂറ്റാണ്ടുകളിൽ ജ്യോതിരാമലിംഗസ്വാമിയായി ജനിക്കും. അത് ദീപ്തിമത്തായ പ്രകാശമായി അപ്രത്യക്ഷമാവുകയും ചെയ്യും. നിന്നോട് സംസാരിച്ച മറ്റേ സർപ്പം ഇനി വരുന്ന നൂറ്റാണ്ടുകളിൽ സദാശിവ ബ്രഹ്മേന്ദ്രൻ എന്ന പേരിൽ ഭൂമിയിൽ ജനിക്കുകയും വളരെ അത്ഭുതങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യും. ശ്രീ പീഠികാപുരം എനിക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. എൻ്റെ ദിവ്യമായ പാദുകങ്ങൾ പീഠികാപുരത്ത് പ്രതിഷ്ഠിക്കപ്പെടും. എൻ്റെ പാദുകങ്ങൾ ഞാൻ ജനിച്ച എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഗൃഹത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെടുക. എൻ്റെ പ്രവൃത്തികൾ ദൈവികവും നിഗൂഢവുമായിരിക്കും. അവ ശ്രദ്ധാപൂർവം രഹസ്യമായി സൂക്ഷിക്കപ്പെടേണ്ടവയാണ്. പീഠികാപുരത്ത് എൻ്റെ പാദുകങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടേണ്ട സ്ഥലം നീ സന്ദർശിക്കുക. അവിടെ നിന്ന് പാതാള ലോകത്തേക്ക് പോവുക. അവിടെ നീ തീവ്ര തപസ്സു ചെയ്ത കാലനാഗങ്ങളെ കാണും. അതിനുശേഷം തിരികെ വരിക. ശ്രീ പളനിസ്വാമി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകനെ മാധവ, പീഠികാപുരത്തെ കാലനാഗങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. നാം ഉടനെ കുളിച്ച് ധ്യാനം നടത്തണം. ഇത് ശ്രീപാദ ശ്രീവല്ലഭൻ്റെ കൽപ്പനയാണ്. ജയ ജയ ശ്രീപാദ ശ്രീവല്ലഭ. ശ്രീപാദരാജം ശരണം പ്രപദ്യേ, ശ്രീപാദരാജം ശരണം പ്രപദ്യേ, ശ്രീപാദരാജം ശരണം പ്രപദ്യേ.